ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഹെയർ 3 പേരുടേതാണ്. 3-ൽ 2 പേർക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനും, ഒരാൾക്ക് റൂട്ടച്ചുമാണ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഹെയർ തിന്നായിട്ടുള്ള ഹെയറാണ്, ലെങ്തും കുറവാണ്. ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഹെയർ നല്ല കേൾസുള്ള ഹെയറാണ്, തീരെ ഷോർട്ടാണ്. ഹെയർ അഴിച്ചിട്ടാലും കെട്ടിവെച്ചാലും ഒരു ഭംഗിയില്ല, അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഹെയർ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫേസിന് ചേരുന്ന രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അഴിച്ചിട്ടുകൊണ്ട് അടക്കുകയും ചെയ്യാം, കെട്ടിയും വെക്കാം, ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ഹെയർ 6 മാസത്തിൽ കൂടുതലായി വന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്താണ് നമ്മുടെ അടുത്ത്. ഇപ്പം അന്ന് നല്ല നൂഡിൽസ് പോലെ നല്ല ചുരുണ്ടിട്ടുള്ള ഹെയർ ആയിരുന്നു. ഇപ്പോൾ 50% കൂടുതൽ കേൾസ് കുറഞ്ഞാണ് അത് സ്കാൽപ്പിൽ നിന്ന് ഇറങ്ങുന്നത്. ഇപ്പോൾ റൂട്ടച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മാസത്തിലൊരു പ്രോട്ടീൻ ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെയർ. കേൾസ് ഒരുപാട് കേൾസ് ഇല്ല, എന്നാൽ നേരത്തെ കുട്ടിയൊന്ന് സ്മൂത്തനിങ് ചെയ്തിരുന്ന ഹെയറായത്. അപ്പോൾ അത് കുറച്ച് ഹെയർ താഴോട്ട് കിടക്കുന്നത്. അപ്പോൾ ലെങ്ത് കുറയ്ക്കണ്ടെന്ന് പറഞ്ഞ് ഉള്ള ലെങ്ത് നിർത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്തത്. അതുകൊണ്ട് നല്ല കേൾസ് കിട്ടിയില്ല, ചെറിയ വേവി ആയിട്ടേ കിട്ടത്തുള്ളൂ. ഇത് ഫേസിന് ചേരുന്ന രീതിയിൽ അഴിച്ചിട്ടുകൊണ്ട് നടക്കുകയും ചെയ്യാൻ, കെട്ടിയും വെക്കാം, ആ രീതിയിലാണ് കിട്ടി. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ഹെയറാണ്, നല്ല ഭംഗിയുള്ള ഹെയറായിട്ട് കിട്ടി. ഇത് മാസത്തിലൊരു പ്രോട്ടീൻ ചെയ്ത് കൊടുത്താൽ ഏറ്റവും നല്ലത്. ലിക്വിഡ് പ്രോട്ടീൻ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അത് ഞാൻ എപ്പോഴും പറയാറില്ലേ, ഡാൻഡ്രഫിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ മാറും ലിക്വിഡ് പ്രോട്ടീന്. ഇത് രണ്ടാമത്തെ ഹെയർ നല്ല കേൾസുള്ള ഹെയറാണ്. അപ്പോൾ ചുരുണ്ട് മുകളിലേക്ക് കയറും, ആ ഒരു ടൈപ്പ് ഹെന്നയൊക്കെ ഇടയ്ക്ക് ചെയ്തിട്ടുള്ള ഹെയറാണ്. അതുകൊണ്ടൊരു ഡ്രൈനെസ് ഉണ്ട്. പക്ഷേ എന്നാലും നമ്മൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ രണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഡ്രൈനെസ്സൊക്കെ മാറി നല്ല ഭംഗിയായിട്ട് കിട്ടി ഹെയർ. ഇത് കഴിച്ചിട്ടുകൊണ്ട് അടക്കുകയും ചെയ്യാൻ, കെട്ടിയും വെക്കാം. പിന്നെ പ്രോട്ടീനൊക്കെ ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് 6 മാസം ആകുമ്പോൾ റൂട്ടച്ച് ചെയ്യുന്ന സമയത്ത് കെരാറ്റിനും കൂടെ ചെയ്യണം. കാരണം നല്ല ഡ്രൈനെസ് ഉള്ള ഹെയറും ഇത് ഹെന്നയൊക്കെ ചെയ്യുന്ന ഹെയർ ആയതുകൊണ്ട്. ഈ ഹെന്ന ചെയ്യരുത്, ഓയിൽ അപ്ലൈ ചെയ്യാം. 20 ദിവസത്തിന് ശേഷം ഓയിൽ അപ്ലൈ ചെയ്യാം. അത് സ്കാൽപ്പിൽ മാത്രമേ ഓയിൽ അപ്ലൈ ചെയ്യാവൂ, ഹെയറിലോട്ട് ഓയിലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് എന്നിട്ട് 20 ദിവസം കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ആഴ്ച ഒരു ദിവസം മാത്രം ഓയിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഒരു 15 20 അല്ലെങ്കിൽ കൂടി വന്നാൽ 30 മിനിറ്റ് വരെ വെക്കാവൂ. എന്നിട്ട് നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്യണം. 2 പ്രാവശ്യം ഷാമ്പു വാഷ് ചെയ്യണം, എന്നാലേ ഓയിൽ പൂർണ്ണമായിട്ടും പോകത്തുള്ളൂ. സ്കാൽപ്പിലേ ഉള്ളൂ ഓയിലിൻ്റെ ആവശ്യം, ഹെയറിന് ഓയിൽ വേണ്ട. ഇത് മൂന്നാമത്തെ ഹെയർ 6 മാസം. ഇതിപ്പോൾ കെട്ടി വെച്ചുകൊണ്ട് ആ ഒരു ഭാഗം ഇങ്ങനെ ബെൻഡായിട്ടിരിക്കുന്നത് കെട്ടി വെച്ചുകൊണ്ടാണ് വന്നത്. അതല്ലെങ്കിൽ ആ ഒരു ബെൻഡും ഇല്ല. ഒത്തിരി കേൾസ് കുറഞ്ഞായിട്ടാണ് ഇപ്പം കിളിർത്ത് വന്നിട്ടുള്ള നല്ല നൂഡിൽസ് ഹെയർ ആയിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് കുറയ്ക്കാതാണ് ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിനി എല്ലാ മാസവും ഓരോ പ്രോട്ടീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇത് കെരാറ്റിൻ ചെയ്തില്ല, അതുകൊണ്ട്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ലെങ്ത് തന്നെ നിർത്തിക്കൊണ്ടാ ചെയ്തത്, കട്ട് ചെയ്തിട്ടില്ല. കാരണം അന്നും ലെങ്ത് കുറയ്ക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തത്. അതുപോലെ അന്ന് നമ്മുടെ ക്രൗൺ ഏരിയയിലൊക്കെ തീരെ ഷോർട്ട് ഹെയർ ആയിരുന്നു. ആ ഹെയറൊക്കെ ഇപ്പം നന്നായിട്ട് കിളിർത്ത് നമ്മൾ ആ വെട്ടിയ ലെയർ തന്നെ കുറേ താഴേക്ക് വന്നിട്ടുമുണ്ട്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ഷീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞായറും തിങ്കളും ഗുരുവായൂർ ഷീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂട്. ഞാൻ ചാരുമൂട്ടിലാണ് ചൊവ്വ മുതൽ ശനി വരെ. ഞായറും തിങ്കളും ഗുരുവായൂർ ഷീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്